ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന്, അതായത് നമ്മൾ കൊച്ചിയിൽ ചെയ്ത ആ സാധനം നമ്മളിന്ന് രണ്ടാമത് ആലപ്പുഴ ചെയ്യാൻ പോവാണ്. കൊച്ചിയിൽ ചെയ്ത സംഭവം ഇതാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കൊച്ചിയിൽ സാധാരണ ചെയ്യുന്ന വീഡിയോനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. സോ ഇന്ന് നമ്മൾ ആലപ്പുഴ അത് ചെയ്യാൻ പോവാണ്. അതും എന്താവും എങ്ങനെയാവും എന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. മറ്റേതുപോലെ തന്നെ നമ്മുടെ ആ വൈബിന് കട്ടക്കേട്ടൊക്കെ അടിച്ച് നിൽക്കുന്ന ആളാണോ എന്താണെന്നൊക്കെ അറിയാനുള്ളൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ പറഞ്ഞ് ഇതാക്കണൊക്കെ നല്ലതുണ്ടല്ലോ. നമുക്ക് അവിടെ പോയി അത് എക്സ്പീരിയൻസ് ആ ഒരു സംഭവം, ആ ആളുടെ മിംഗ്ലിങ് സംഭവമൊക്കെ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഇപ്പം എന്തെങ്കിലും സമയം 2:45 ഞാൻ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഒരു സ്കൈ ബ്ലൂ ഇതും ഒരു പേസ്റ്റൽ കളർ പാൻറ്റും ആയിട്ടിരിക്കുന്നത്. സോ നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഐഫോണിൻ്റെ പെയിൻ്റൊക്കെ പോയി തുടങ്ങി. ഓക്കെ, ഒരു ലോങ് ഡ്രൈവിന് ശേഷം ഞാൻ എത്തിയ സീരിയസ്ലി ആലപ്പുഴ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. വേറെ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ വേറെ എങ്ങോട്ടൊക്കെ പോയൊരു ഫീല് ഫുള്ള് മാറി. എൻ്റെ പൊന്നെ, വൺ ചേഞ്ച് എന്ന് വെച്ചാൽ വൺ ചേഞ്ച്. ഒരു ഞെട്ടിപ്പോയി ആലപ്പുഴ കണ്ടിട്ട്. സോ നമ്മൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആളെ റിവീൽ ചെയ്യാൻ ടൈം വരുന്നത്. അവിടെയും വ്ളോഗ് ഇവിടെയും വ്ളോഗ്, അപ്പം ഇവിടെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ആലപ്പുഴ എത്തിയിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഗുമ്മില്ല, ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ ഗുമ്മില്ല. സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ലോങ് ജേണിക്ക് ശേഷം നമ്മൾ വീണ്ടും എവിടെ എത്തിയിരിക്കുന്നു? ആലപ്പുഴയിൽ തിരിച്ച് വീണ് ഫോളിൻ കണ്ട. അതിനെ കണ്ടപ്പോൾ തന്നെ തെന്നി വീഴുന്നുണ്ട്. അതാണ് നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസ് എത്തിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് കയറാന്നുള്ള ചെറിയൊരു പ്ലാനിലാണ് വന്നത്. ബട്ട് കത്തണ വെയിലാണ്. സോ നമ്മൾ ആ പ്ലാൻ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്ട്രേഞ്ചർ ഗേൾ. സോ ഓക്കെ, സ്ട്രേഞ്ചർ ഗേൾ എന്ന പേര് പറഞ്ഞിരിക്കും. ഓക്കെ, ഞാനും ഇവളുമായിട്ട് എത്ര ദിവസമായി നമ്മൾ 2-3 ദിവസങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട്. അപ്പോഴത്തേക്കും ഞാൻ നമ്മൾ സെയിം കൊച്ചിയിൽ അതുപോലെ ചെയ്ത സാധനം ആലപ്പുഴ എന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാനവൾക്ക് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. സോ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അലമാലകളാടിയുലഞ്ഞൊരു കടലായി ഞാനരികെ അന്നാദ്യം കേട്ടു പ്രണയം മൃദുപല്ലവിയായി. എൻ്റെ പേര് ആര്യ. ഞങ്ങൾ 2 ദിവസം ആയുള്ളൂ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ലൈറ്റ് ഹൗസ് വരെ വന്ന് നിങ്ങൾ ലൈറ്റ് ഹൗസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ടാൻ അടിച്ച് പണ്ടാരടങ്ങുന്ന വെയിലാണ് ഇവിടെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ആലപ്പുഴ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാം. ആലപ്പുഴ ബീച്ചിൽ പോകണം. ഫുഡ് ആലപ്പുഴയിൽ കുറേ സീ ലോഞ്ചിൽ വന്നിട്ടില്ലല്ലോ. സീ ലോഞ്ചിൽ ഇഷ്ടം പോലെ ഫുഡ് സ്പോട്ട് വന്നിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി ഫുഡാണെല്ലാം. ഒരുപാട് അപ്പൊ നമുക്ക് അവിടെ പോയി എല്ലാം കണ്ട് നോക്കിയിട്ട് വരാം. നമ്മൾ എന്തായാലും ഫസ്റ്റ് എന്താ പറയാ, ചായ കുടിച്ചതിന് ശേഷം നമ്മൾ ബീച്ചിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. സോ ഒരു എനർജി ബൂസ്റ്റർ വേണ്ടി നമുക്ക് കോഫിയോ കോൾഡ് കോഫി എന്തെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചില്ലാട്ട് കഫേയിലാണ്. കുറേ നാളായാണ് കേട്ടോ വന്നിട്ട്, സീരിയസ്ലി പറയാനുണ്ട്. ഞാൻ കുറേ പണ്ടെപ്പോഴോ വിറകോട്ടൊക്കെ വന്നതല്ലാണ്ട് ഞാൻ വന്നതേ ഇല്ല. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറുന്നത് പാട്ട്, അതാണ് പ്രശ്നം. കോപ്പിറൈറ്റ്. സീ ലോഞ്ചിൽ പോയി നോക്കുക, അവിടെ മൊത്തം പാട്ട്, ഒരു രക്ഷയില്ല. എന്തിനാണ് കടക്കാരൻ ഇങ്ങനെ ഇതാക്കുന്നത്? പക്ഷെ എന്നാലും നമ്മൾ വരുമ്പോൾ പാട്ട് ഓഫ് ചെയ്യുന്നതിന് നല്ലതായിരുന്നു. നമുക്ക് പറഞ്ഞു നോക്ക് കുറച്ച് നേരത്തേക്ക് പാട്ട് കുറച്ച് തരുമോന്ന്. യെസ്, സോ ലെറ്റ്സ് ഗോ ചില്ലാട്ട് കഫേ. ഇത് വെച്ചാ ഓക്കെ. അപ്പം നിനക്ക് ചോക്ലേറ്റ് ഇല്ലേ? നിനക്ക് ചോക്ലേറ്റ് മിൽക്ക്. എനിക്ക് ഓറിയോ, ഒരു ചോക്ലേറ്റും ഒരു ഓറിയോയും ശരിയല്ലേ? ഫോർ യു, അത് നിൻ്റെത് ചോക്ലേറ്റ്. ദിസ് ഈസ് ഫോർ മീ. എന്തുണ്ടോ നിനക്ക് ചോക്ലേറ്റ് ആണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? അങ്ങനൊന്നുമില്ല, പിന്നെ കുടിച്ചു നോക്കാന്ന് ഓർത്ത് മേടിച്ചു. ഞാൻ ഇവിടുത്തെ ചോക്ലേറ്റ് ഷേക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. എങ്ങനെ നിനക്ക് ചോക്ലേറ്റ് നീ പ്രിഫർ ചെയ്യുന്ന ഏതായിരിക്കും? എനിക്ക് ഓറിയോ വലിയ ഇഷ്ടമല്ല. വേറെ ഇത്
പിന്നെ ഹേസൽനട്ട് പറഞ്ഞപ്പോൾ ഹേസൽനട്ട് ഇല്ലായിരുന്നു, അതാണ് മെയിൻ റീസൺ. ബട്ട് ചോക്ലേറ്റ് പിന്നെ ഹേസൽനട്ട് ആ ഒരു ഇതാണോ? അല്ല, ഹേസൽനട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇത് കൊള്ളാം. ഐ എം നോട്ട് ഡിസപ്പോയിന്റഡ്. എനിക്കിഷ്ടായിട്ടോ. ചോക്ലേറ്റ് ഷേക്ക് എനിക്ക് ഇഷ്ടായിന്ന്. അസാഡോ കോഫി അല്ലേ നമ്മൾ ഷേക്ക് ചില്ല. എനിക്ക് അസാഡോ ആയിരുന്നു എപ്പോഴും. ചില്ല എന്ന് നമ്മൾ ഓരോ ഷേക്ക് കുടിച്ച്, ഷേക്ക് ഇവിടെ മൊത്തം കുടിച്ചില്ല, ഷേക്ക് മൊത്തം കുടിച്ചില്ല. അതെന്ന് വെച്ചാൽ ചോക്ലേറ്റിന്റെ ചെറുതായിട്ടൊരു അതിപ്രസരം അല്ലേ? അതെ, മത്തടിച്ച് പോയോണ്ടാണ്. അല്ലെങ്കിൽ മൊത്തം കുടിച്ചതന്നെ. അത് കുടിച്ചില്ല. സോ നമ്മളത് കുടിച്ചിട്ട് നേരെ വന്ന് ലൈറ്റ് ഹൗസിലേക്ക്. ലൈറ്റ് ഹൗസ് കാണുമ്പോൾ നൊസ്റ്റ് അടിക്കൂടി. ഞാൻ ഫസ്റ്റ് ലൈറ്റ് ഹൗസിൽ മേളിൽ കയറുന്ന ആരോട്ടെന്ന് അറിയാമോ? വിറകുമായിട്ടാ. പക്ഷെ ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം നീ ആയിട്ട് കയറാൻ പോകും. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പൊ കയറാൻ പോകും. ഇതിനു മുന്നേ വന്നിട്ടില്ല. ഇല്ല, ഒറ്റ പ്രാവശ്യം വിറകുമായിട്ട് വന്നിരിക്കണം. സോ രണ്ടാമത്തെ പ്രാവശ്യം നീ ആയിട്ട് കയറാം. ഇതിനു മുമ്പ് നീ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു സ്ട്രേഞ്ചറിന്റെ കൂടെ എവിടെയും? ഫസ്റ്റ് ടൈം അല്ല, ഫ്രണ്ട്സ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് പോയിട്ടില്ല. അതാണ് നമ്മൾ 2 ദിവസമല്ലേ പരിചയപ്പെട്ട്. അപ്പൊ തന്നെ നമ്മൾ ടക്കടിച്ച് പോകുന്നു. നമ്മളെ ലൈറ്റ് ഹൗസിന്റെ ഉള്ളിലായിട്ട് കയറട്ടെ. സോറി, ഇവളോട് ഞാൻ ചോദിക്കണ്ടേ? ഞാൻ എന്നോട് എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. ഞാൻ പണ്ട് കയറി ഇവിടുന്ന് റീലൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നടന്നു വന്ന് അങ്ങോട്ട് പോയി റീലൊക്കെ എടുത്തിട്ടുണ്ട്. നൈസാണ്. പക്ഷെ കുറച്ചുകൂടെ സൂര്യൻ താന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതിൻ്റെ എഫക്റ്റ് എടുത്തു. ഒരു ചുമല കളറിങ് ആയിരിക്കുക. വേറെ ലെവലാണ്. ഇപ്പോഴും കുഴപ്പമില്ല, നൈസാണ്. നീ ആരും സ്ട്രേഞ്ചറിൻ്റെ കൂടെ ലൈറ്റ് ഹൗസിൽ കയറുന്നത്. എന്തായാലും ഈവനിങ് സെറ്റ് അല്ലേ? ഒരു കറക്കം ഇവിടെ വെച്ചിട്ട് അയ്യോ കറങ്ങി താഴ്ത്തു പോലെ. അയ്യോ താഴ്ത്തു പോലെ. സോ നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്ന് നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ചൂട് തണുപ്പിക്കാൻ നിനക്ക് എന്ത് വേണം? ചൂട് ചായ ബജ്ജി. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ബജ്ജി. പിന്നെ ബീച്ചിൽ പിന്നെ ബജ്ജി കിട്ടാത്ത സാധനമാണല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു സ്ഥിരം ഞാൻ പോകുന്ന ഒരു കടയുണ്ട്. ഞാൻ നല്ല ബജ്ജിയാ ഇഷ്ടപ്പെടും. ഓക്കെ, നിന്റെ ഇഷ്ടം. ഇത് ഫുള്ള് നിന്റെ ഇഷ്ടമാണ്. ഇവളുടെ ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ബാഗ് യു ലൈക്ക് മുട്ട ബജ്ജി? ഞാൻ മുട്ട ബജ്ജിയാണ് കഴിക്കുന്നത്. മുട്ട ബജ്ജി പ്രീമിയം അല്ലേ? സെയിം. സത്യം പറയട്ടെ. ഓക്കെ, നീ മുട്ട ബജ്ജിയാണ് കഴിക്കുന്നത്. ബുദ്ധിക്കട്ടെ, കറക്റ്റ് കിട്ടണമെന്ന് അറിയാൻ പറ്റാ. നീ മുട്ട ബജ്ജിയാണ് കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്നത് മുളക് ബജ്ജി. ബജ്ജിയുടെ പ്രേമിയല്ല നമ്മൾ രണ്ടുപേരും. കൊള്ളാം. ആ കാര്യം എന്തായാലും സെയിം ടു സെയിം. നമ്മളെന്തെങ്കിലും മോനെ വിളിക്കാം. നീ ഈവനിങ്ങിൽ വാട്ട് യു പ്രിഫർ? ടീ, കോഫി? ഏതാ പ്രിഫർ? ടീ. സ്നാക്സ് അങ്ങനെ വേണമെന്നൊന്നുമില്ല. ബജ്ജി ഇഷ്ടമാണ്. ഈ ഏത്തക്കപ്പം അങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല. കഴിക്കും വല്ലപ്പോഴും ഇങ്ങനെ കിട്ടിയ. കോഫി, ടീ, ഹോർലിക്സ്, ബൂസ്റ്റ്? ടീ ഐ എം നോട്ട് പ്രിഫറിങ്. ഓക്കെ, നമുക്ക് വേറെ എവിടെയും പോയി ടീ കുടിക്കാം. എനിക്ക് വെള്ളം 3 ഗ്ലാസ്. വെള്ളമായിട്ട് കഴിച്ചാൽ മുഴുവൻ കുടിക്കത്തില്ല, അതാണ് പ്രശ്നം. ഞാനുണ്ടല്ലോ കുടിക്കാം. കഴിച്ച് കഴിഞ്ഞിട്ട് പോയി കഴിക്കാം. തണുത്ത മിനറൽ വാട്ടർ കഴിക്കാം. ഹായ്, ബ്യൂട്ടിഫുൾ. ഞാനിത് കഴിക്കത്തില്ല, ഞാൻ ഒന്നും കഴിക്കത്തില്ല. You don't try? Why? ഇഷ്ടമാണ്, വേണ്ട. എന്താ ഇറങ്ങി പോവാത്ത? 6 മണിയായിട്ട് സൂര്യൻ പോകണം. അവിടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, ഓവർ ടൈം വന്നു. 6:30 പോക്കോളൂ. മുടി കഴിച്ചിട്ട് സെറ്റ്. മുടി കഴിച്ചിട്ട് സെറ്റ് കണ്ട. ഇപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്, ലുക്ക് വന്നത്. അതാണ്, ഓരോരുത്തർക്കും ഓരോ ലുക്ക് ഉണ്ടല്ലോ. ഇതിനൊക്കെ ഞാൻ സത്യം പറഞ്ഞല്ല, നിന്റെ മെയിൻ ഹൈലൈറ്റ് സാധനം അറിയാമോ? ഏതായിരിക്കും നിന്റെ ലുക്കിൽ മെയിൻ ഹൈലൈറ്റ്? അല്ല, ഞാൻ നോക്കുക മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആകുന്ന സാധനം എന്തായിരിക്കും പറയാം? മുക്കുത്തി. ഇഷ്ടമാണോ? ഭയങ്കരമായിട്ട് സെറ്റാണ്. എനിക്ക് മുക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ
പൊക്കത്തിട്ടാൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടാവൂടാ, എന്താ പറയുക, ഓവർ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര ഉണ്ടാവും മുക്കിത്തിട്ടോട്. അതാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഇരിക്കുന്ന ലുക്കായിരുന്നു ചേട്ടാ. നിനക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മറ്റേ ലോകയിൽ ചന്ദ്രൻ ലുക്കില്ലേ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നൈസായിരിക്കും. കല്യാണി പ്രിയദർശൻ കേൾക്കണ്ട. അല്ല, ആ ലുക്ക് കല്യാണി പ്രിയദർശനാവണില്ല, ആ ഔട്ട്ലുക്ക്, അത് ആ ഒരു ജാക്കറ്റും ആ ഒരു ഹെയർ കളറൊക്കെ വെച്ചിട്ട് അങ്ങനെ സാധനം ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ പറഞ്ഞാൽ സെറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ബി ഹാപ്പി ആൾവേസ്. ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നുള്ള മൈൻഡ് ചെയ്യാണ്ട് പോയി. ഞാൻ പറഞ്ഞപ്പോഴും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് നെഗറ്റീവ് വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് ചിന്തിക്കുക. അല്ലാണ്ട് നമ്മൾ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതിലുണ്ടായി കാണുള്ളൂ. കടലീസോ കേട്ടോ ഞാൻ പറഞ്ഞത്? കേട്ടല്ലോ. ഒരു പണിവാളിയെ പോലെ തോന്നാ. അതെ, പണിവാളി ഗൈസ്, പണിവാളി. ചെറിയൊരു പണി കിട്ടിയെന്നല്ല, മൈക്ക് കുത്തിയിട്ടുണ്ട്, മൈക്ക് ഉണർന്ന് എല്ലാം ഉണർന്നു. പക്ഷേ എന്തോ വോയിസും കാര്യങ്ങളും എന്തോ കിട്ടിയില്ല, ഒരു പ്രൈം പീരീഡ് കിട്ടിയില്ല. എന്തോ കടലിനൊക്കെ എന്തോ ഒരു പച്ച കളറാണെന്നോ, ഈ കടലിങ്ങനെ പച്ച കളറാക്കി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ വാദോരാണ്ട് സംസാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനുശേഷം ഒന്ന് രണ്ട് ബീച്ച് ബ്യൂട്ടി അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇവിടെ പൊക്കി പറഞ്ഞിട്ട്, എന്നിട്ട് ഇവിടെ ചോദിച്ചാൽ ഇന്നത്തെ ഡേറ്റ് നിനക്ക് എത്ര മാർക്ക് തരാൻ പറ്റും, 10 ഔട്ട് ഓഫ് എത്ര മാർക്ക് തരാൻ പറ്റും എന്ന് പറയുമ്പോഴത്തേക്കും ആൾ പറഞ്ഞ് 8 തരാമെന്ന് പറഞ്ഞ് 8 തരാമെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൊത്തമായിട്ട് പറഞ്ഞിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം മൊത്തം കൂടെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു കുറച്ചെങ്കിലും മെച്ചേക്കുന്ന രീതിക്ക് 8 ഔട്ട് ഓഫ് 10 ആണെന്നാണ്. പിന്നെ അവളുടേതായ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞത്. സത്യം പറഞ്ഞത് ഓർമ്മയില്ല. നമ്മൾ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ രീതിയിൽ നമുക്ക് ഓർത്തിരിക്കുമല്ലോ, വോയിസിന് അത് കിട്ടിക്കാണും എന്നുള്ള രീതിയിൽ നിന്നാണ് കുറേ കാര്യങ്ങളൊക്കെ അവൾ പറയുകയും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്ത്. നമുക്ക് ഹാപ്പിനെസ്സിൻ്റെ കാര്യവും സാഡാകുന്ന കാര്യവും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എന്തോ അവളൊന്ന് മൈൻഡ് കട്ടായി പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സാഡാവരുത്, ഇതാവരുത്, നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. സീരിയസ് ഇതൊക്കെ എൻ്റെ ചെറിയൊരു ഓർമ്മ വെച്ചിട്ട് പറയുന്നതാണ്. ഇപ്പം വോയിസ് വരും കണ്ടോ. എല്ലാവരോടും കൂടെയാ നമ്മൾ ഏതൊരു കാര്യത്തിലും ഒരു ലിമിറ്റ് വെച്ച് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ. അപ്പൊ നമുക്ക് പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇവരോട് പറയുന്നതും എന്നോട് പറയുന്നത് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് എന്താണോ ഹാപ്പിനെസ് വരുന്നത് അത് മാത്രം ചിന്തിക്കുക, നമ്മുടെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കാണ്ടിരിക്കുക. നമ്മൾ ആ കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് പോകാണ്ടിരിക്കുക. നമ്മുടെ ഹാപ്പിനെസ് വരുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ആരുടെ അടുത്തൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടായാലും നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരുപാട് ഒരാളൊന്നും എക്സ്പെക്ട് ചെയ്ത് അവരെന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര അത് വിട്ട് നീ അത് വിട്ട് അതങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നം. ഓക്കെ, വാട്ട് മേക്സ് യു ഹാപ്പി? എനിക്കോ? എനിക്ക് ഉറക്കം. സോ ഈ ഡേ നീ ഹാപ്പി ആയിരുന്നോ അതോ ഓക്കെ ആയിരുന്നോ അതോ ബോറായിരുന്നോ, എന്തായിരുന്നു? ഇല്ല, ഞാൻ ഹാപ്പി ആയിരുന്നു കുറേ നേരം. അത് നോർമൽ ആസ് യൂഷ്വൽ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഹാപ്പിയാണ്. ഓക്കെ, ആ ഒരു മൊമെന്റ് വരുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അത് ആ ഒരു മൊമെന്റ് ഞാൻ അത് എൻ്റെ കാര്യമല്ല, അവളുടെ പേഴ്സണൽ അയ്യോ അങ്ങനെ തെറ്റിയിരിക്കില്ലേ. ഓക്കെ, നീ ഹാപ്പി ആയിരുന്നു, സെറ്റായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? എങ്ങനെയായിരുന്നു? ഇതായിരുന്നോ, എറണാകുളത്തായിരുന്നോ, ഏതായിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് അത് നീ ആയിരിക്കാം അല്ലെങ്കിൽ അവളായിരിക്കാം, അത് നമ്മളല്ലേ പറയുന്നത്. അവർ വിധി ചെയ്തത് അവർക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത്, വ്യൂവേഴ്സിൻ്റെ ഇതെല്ലാം നമ്മൾ നോക്കണ്ട, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് പറയുക. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു, സെറ്റല്ലേ? അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമാരേക്കാം. വണക്കം.